ഇങ്ങനെയിരുന്ന് ഇവനെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനാക്കി എഴുതിനെ പറഞ്ഞുതരാം. വാ. അപ്പൊ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ഇവൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വണ്ടി ടോട്ടലി ഒരു വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. ഇവൻ റണ്ണിങ് കണ്ടീഷനിലായിരുന്നു. നമ്മൾ ഓട്ടിച്ചനാണ് വണ്ടി ഇവിടെ എത്തിച്ചത്. വണ്ടി ഓട്ടിക്കുന്ന സമയത്തും കുറച്ച് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ വർക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ വണ്ടി എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലായി എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതൊരു ഫോറിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയുടെ വണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളി 2 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് പറ്റിയതാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് ആയത്. ഒരു 2 വർഷം കൊണ്ട് വണ്ടി എങ്ങനെ ഇങ്ങനെ ആയി എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇവൻ അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി പുള്ളിയുടെ അല്ലായിരുന്നു. അപ്പൊ വണ്ടി വേറെടുത്തായിരുന്നു. വേറെടുത്ത് വെച്ചിരുന്ന സമയത്ത് ഇതിനൊക്കെ മഴയും ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി. പുള്ളി ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അന്നേരം ആ പുള്ളിക്ക് ഇത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത് കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും മുന്നിൽ നിന്നല്ലേ, നമുക്ക് ജസ്റ്റ് ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഗൈസ്, നമ്മളിതാ ഈ ഒരു കാണുന്ന ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഡിസ്പ്ലേറ്റ് ഉണ്ടല്ലേ, ഇത് ടോട്ടലി തുരുമ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് കണ്ട സമയത്ത് വിചാരിച്ചു ഡിസ്ക് പ്ലേറ്റ് ഡാമേജ്ഡ് ആണ് എന്നുള്ളത്. പക്ഷേ ഡിസ്ക് പ്ലേറ്റിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് റെസ്റ്റ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കാരണം ഉപയോഗിക്കാതിരുന്നിട്ട് മഴ നനഞ്ഞിട്ട് വെള്ളം പറ്റി നിന്നിട്ടാണ് ഈ റെസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്ലേറ്റിന് കർവോ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് പ്ലേറ്റ് ആണ്. ഇവൻ ബ്രാൻഡ് ന്യൂ പോലെ തന്നെയാണ് പ്ലേറ്റിന്റെ കണ്ടീഷൻ. ഈ റെസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ നമ്മൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്ത സമയത്ത് ആക്ച്വലി അതിനകത്ത് ബ്രേക്ക് പാഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ബ്രേക്ക് പാഡിന്റെ സിറ്റുവേഷൻ ടോട്ടലി. ഇവൻ നമ്മൾ ആ ബ്രേക്ക് പാഡിന്റെ വെളിയിൽ വരുന്ന ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു. ആ കോട്ടിംഗ് പോലും അതിൽ നിന്ന് ഇളകി വരുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ബ്രേക്ക് പാഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിലായിരുന്നിട്ടും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് ഇതിന്റെ പുതിയ പാഡ്. ഇതിന്റെ പുതിയ പാഡും ഈ പഴയ പാഡും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡാമേജ് ബ്രേക്ക് പാഡിന് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇവൻ നമ്മൾ ആ ബ്രേക്ക് പാഡ് മാറി. ഇവൻ ഫ്രണ്ടിലും ഇതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ ബ്രേക്ക് പാഡ് രണ്ടും മാറി. അതിനുശേഷം നമ്മൾ പിന്നെ ആ മേലിൽ നമ്മുടെ എയർ ഫിൽട്ടർ എന്നൊരു സെക്ഷൻ ഇല്ല. ഇവൻ കുറച്ച് ലേറ്റ് നൈറ്റ് അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിന്റെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള എയർ ഫിൽട്ടർ, ഇത് പഴയ എയർ ഫിൽട്ടർ. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ എയർ ഫിൽട്ടർ ഒക്കെ ചേഞ്ച് ചെയ്തു. ഇവൻ അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പം ബ്രേക്ക് ഫ്ലൂയിഡ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിനകത്തുള്ള ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു കളറിലായിരുന്നു ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നത്. ഒരു വാട്ടർ തീയിലേക്ക് ആ ഒരു ഫ്ലൂയിഡ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കടന്ന് പഴകിയിട്ട് ഫ്ലൂയിഡ് മാറാതെ. പ്രത്യേകിച്ച് ഇതൊരു ABS ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ABS ഉള്ള ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ABS മോട്ടറിന്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കറക്റ്റ് ടൈമിൽ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുക മാക്സിമം. അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഞാനത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പിന്നീട് ചെയ്തു തരാം, പറഞ്ഞാൽ മതി. ഇവൻ ചെയിൻ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ സ്പോക്കറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ബ്രാൻഡ് ന്യൂ ആണ്. OE തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ സ്പോക്കറ്റിന് വലിയതായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2 വർഷത്തോളം ഉപയോഗിക്കാതിരുന്നിട്ട് ചെയിനിലൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ നമ്മളത് ചേഞ്ച് ചെയ്തു. പുതിയ ചെയിൻ സ്പോക്കറ്റ് ഒക്കെ ആഡ് ചെയ്തു, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വർക്കും കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വണ്ടിയുടെ ഇന്നർ സൈഡിൽ കുറച്ച് വർക്കുകൾ എക്സ്ട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ മാറുക, ക്ലച്ച് കേബിൾ മാറുക, പിന്നെ ഇന്റേണൽ സർഫസ് ഒക്കെ കുറച്ച് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോസസ് ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി വാഷിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ വണ്ടി വാഷിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ വർക്കൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഈ ഒരു കണ്ടീഷനിലിരുന്ന വണ്ടിയെ ഈ ഒരു കണ്ടീഷനിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ നമ്മളെ ഒരു രീതിയിൽ സഹായിച്ചത് ഈ ഒരു ഷോപ്പിലെ അവരുടെ വർക്കേഴ്സ് തന്നെയാണ്. ഈ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കൊണ്ടുവന്ന വണ്ടിയുടെ ലുക്കാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും പ്രോസസ്സ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇവൻ കുറേയൊക്കെ അതിനകത്ത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടുന്നത്. കംപ്ലീറ്റഡ് ആണ് ഈ വർക്ക്. അപ്പൊ ഇതുപോലെ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഈ വണ്ടി നമുക്ക് ഇന്ന് തന്നെ കസ്റ്റമറിന് ഡെലിവറി ചെയ്യണം.